നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം പായം പഞ്ചായത്തിലെ മട്ടിണി നരിമടക്കുളം യാഥാർത്ഥ്യമായി. അന്യാധീനപ്പെടുമായിരുന്ന 62 സെന്റ് സ്ഥലത്തുൾപ്പെടുന്നതാണ് നരിമടക്കുളം. കെ ശ്രീമതി MP ആയിരുന്ന കാലത്ത് ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉൾപ്പെടെ ഉയർന്നുവന്ന ആവശ്യമായിരുന്നു ഇത്. അശോകൻ പ്രസിഡന്റായിരുന്ന പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടുവെച്ച ആവശ്യം. ആ ഘട്ടത്തിൽ ജില്ലാ കലക്ടറായിരുന്ന മിർ മുഹമ്മദ് അലിയുടെ ഇടപെടലിൽ ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തുടർന്നു വന്ന പഞ്ചായത്ത് ഭരണസമിതികളും സജീവമായി ഇടപെട്ടതായി ഇപ്പോഴത്തെ വാർഡ് മെമ്പർ ആൻഡോ PM പറഞ്ഞു. ഇത് പായം പഞ്ചായത്തിലെ മട്ടണി 2-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ ഒരു വലിയ കുളമാണിത്. ഇത് കോടിക്കണക്കിന് രൂപ മുടക്കി ഇത് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇനി ഒരു 20% നിർമ്മാണം കൂടെ ബാക്കി നിൽക്കുന്നുള്ളൂ. പായം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളതാണ് ഈ കുളം. ഇത് നിലവിലിവിടെ ഇത് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ചെളികളാലും മറ്റും കിടന്നിരുന്ന ഒരു വലിയൊരു കുളമായിരുന്നു ഇത്. ഈ കുളം ഏകദേശം ഒരു 60 മീറ്റർ നീളവും ഒരു 30 മീറ്റർ വീതിയുമുള്ള ഈ കുളം കരിങ്കല്ലിനാലും അതുപോലെ തന്നെ കോൺക്രീറ്റും ചെയ്ത് കെട്ടിയെടുത്ത് ഈ ഭാഗത്തെ ഈ പഞ്ചായത്തിലുള്ള ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു വലിയ ഒരു ജലസമ്പത്താണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനുവേണ്ടി ഏറ്റവും കൂടുതലും മുൻകൈ എടുത്തത് പായം പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമാണ്. ഇതിപ്പോൾ നമുക്ക് ചെറിയൊരു ഭീഷണി എന്ന് പറയുന്നത് ഇതിൻ്റെ കൈവരികളടക്കം ഇനിയും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. നിരവധി കുട്ടികൾ ഇവിടെ നീന്തലായിട്ട് വരുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നീന്തൽ അറിയാത്ത കുട്ടികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. കാരണം ഇതിനകത്ത് 6 മീറ്റർ താഴ്ച വരെ ചില സ്ഥലങ്ങളിൽ ഈ കുളത്തിന് നിലവിലുണ്ട്. അപ്പോൾ വെള്ളം കാണുമ്പോൾ കുട്ടികൾ ഒരുപക്ഷെ എടുത്തു ചാടുകയും അതുമൂലം നീന്തൽ അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും പകുതി നീന്തൽ അറിയാവുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പോലും രക്ഷിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയ ഒരു കുളമാണിത്. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വൈസ് പ്രസിഡന്റ് അടക്കം ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഈ കുളം കാണുകയും ഇതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ കൈവിരി പിടിപ്പിക്കുന്ന അത്രയും കാലം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞ് നമ്മൾ സുരക്ഷാ ബോർഡുകൾ ഇതിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശവാസികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കുട്ടികൾ വരുമ്പോൾ അവരെ നിയന്ത്രിക്കുവാനും അവരെ ഇതിനകത്ത് നീന്തറിയത്തില്ലാത്ത കുട്ടികളെ ഇറക്കാതിരിക്കുവാനും വേണ്ടി പരമാവധി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇതിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കുളത്തിനെ സംബന്ധിച്ച് ഇത് ഒരു വലിയ ഒരു സമ്പത്താണ്, ജലസമ്പത്താണ്. നമ്മൾ കാണാം ഇപ്പോൾ ഇത്രയും വലിയ ഇനിയിപ്പോൾ മഴക്കാലമാകുമ്പോൾ ഈ വെള്ളം കയറി വരും. അതോടുകൂടി നമ്മുടെ ഈ പ്രദേശത്ത് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ജലസമ്പത്ത് സംരക്ഷിച്ച് എടുക്കുക എന്ന ഉദ്ദേശമായിരുന്നു. ആ ഉദ്ദേശം ഏകദേശം 90% വിജയകരമായി പൂർത്തീകരിച്ചു. ഇതിൻ്റെ അവസാന ഘട്ട നിർമ്മാണ പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനവും ഉടൻ തന്നെ നടക്കും. ഇത് ഒരു വലിയ ഒരു മഹത്തായ കർമ്മത്തിന് സാക്ഷിയാണ്. ഈ കുളം പരമാവധി ഈ വെള്ളം മലിനപ്പെടാതെ സംരക്ഷിച്ചു പോകുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഞാൻ എൻ്റെ പ്രദേശവാസി എന്ന രീതിയിലും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. കുളം യാഥാർത്ഥ്യമായതോടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്താനാവും എന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് അധികൃതർ. ഏജനറ്റ് ന്യൂസ്.